കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിന് അടിയന്തര പരിഹാരമുണ്ടാക്കുമെന്ന് തോമസ് കെ തോമസ് MLA 24-നോട് പുറംബണ്ട് സുരക്ഷിതമാക്കാൻ 100 കോടി അനുവദിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും ഉടൻ ജോലികൾ പൂർത്തീകരിക്കുമെന്നും MLA അറിയിച്ചു. വെള്ളക്കെട്ട് വിഷയത്തിൽ തോമസ് കെ തോമസ് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പ്രദേശവാസികളുടെ ആക്ഷേപം തുടരുന്നതിനിടെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. MLA എന്നല്ല ഒരുത്തൻ വന്നിട്ട് തിരിഞ്ഞു നോക്കുന്നത്. വരുന്ന കൊട്ടക്കണക്കിന് കൊണ്ടുവരുന്നെന്നും പറഞ്ഞ് പോയ ആള് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ എന്നത്തെ പറയുന്നത്? ഒന്നും പറയേണ്ട കാര്യം. ഞങ്ങൾക്ക് ഒരു വകയും കൊണ്ട് തരുന്നില്ല. ഗ്രഹപ്പഴയ്ക്ക് ഞാൻ എനിക്ക് നൈറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് 3-4 നൈറ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. മഴയുടെ ശക്തി കുറഞ്ഞിട്ടും കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് മാറ്റമില്ലാതെ തുടരുകയാണ്. കൈനകരി, ചമ്പക്കുളം മേഖലയിലെയും നെടുമുടി ഗ്രാമപഞ്ചായത്തിലെയും ഭൂരിഭാഗം ആളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. പ്രശ്നത്തിൽ തോമസ് കെ തോമസ് MLA ഇടപെടുന്നില്ല എന്നായിരുന്നു നാട്ടുകാരുടെ ആക്ഷേപം. MP വന്നു, MLA വന്നു, ഒരു കൂടി ബിസ്ക്കറ്റ് പോലും ഈ പിള്ളേർക്ക് അല്ല പ്രായം ചെന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല. പറഞ്ഞേ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. നേതാക്കന്മാരെല്ലാം പറഞ്ഞു ശരിയാക്കിത്ത. പിന്നെ ഈ അടുത്ത വെള്ളപ്പൊക്കത്തിനെ അവരിങ്ങോട്ട് വരത്തുള്ളൂ. അതും നമുക്കറിയാം. MLA വന്നിട്ടും പിന്നെ MP വന്നിട്ടും ആരും ഒരു മൈൻഡ് ചെയ്തിട്ടില്ല ഇവിടെ ഈ ക്യാമ്പിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തരവും വരവും ഒക്കെ നമുക്കറിയാം. ഇങ്ങനെ അവർ വരും, അവർ പോകും. പാടശേഖരത്തിൽ നിന്നുള്ള വെള്ളം തടയാൻ കല്ലുകെട്ടി ബലപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്നും തോടുകളുടെ ആഴം കൂട്ടാനുള്ള ജോലികൾ തുടരുകയാണെന്നും കുട്ടനാട് MLA തോമസ് കെ തോമസ്. പുറംബണ്ട് സുരക്ഷിതമാക്കാൻ 100 കോടി അനുവദിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും MLA 24-നോട്. കുട്ടനാട്ടിലുള്ള സകല പാടശേഖരങ്ങളും കല്ലുകെട്ടി ബലപ്പെടുത്തി അകവും പുറവും ഒരുപോലെ എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ 3 മീറ്റർ വീതിയിലുള്ള കോൺക്രീറ്റ് റോഡുകൾ കൊണ്ടുപോയെങ്കിൽ മാത്രമേ പുറംബണ്ട് ബലപ്പെടത്തുള്ളൂ. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പറഞ്ഞ് ഇപ്പം 100 കോടി രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞ ആവശ്യത്തിന് തന്നെയാണ്. കുട്ടനാട്ടിലെ 500-ലധികം കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ തുടരുന്നത്. വെള്ളക്കെട്ട് തുടരുന്നതിനാൽ താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദിവസങ്ങളായി അവധിയിലാണ്. ആലപ്പുഴയിൽ നിന്നും YS അഭിനന്ദ്, 24.